കർണാടക സുള്ളിയിലെ 2 ബസ് സ്റ്റാൻഡുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതുണ്ട് ഒരു KSRTC. കന്നഡ എഴുതിയതുകൊണ്ട് മാത്രം മനസ്സിലാക്കുക കർണാടക ഗവൺമെന്റ് ബസ്സുകൾക്ക് ഒരേ പേര് തന്നെയാണ് KSRTC. ഞങ്ങളെ അടുത്തുനിന്ന് വരുന്ന ബാംഗ്ലൂർ ബസ് ഉണ്ടല്ലോ, എല്ലാ സമയത്തും ഇതിലെ പോയിക്കൊണ്ടുണ്ടാവും. മലയോര പ്രദേശമായതിനാൽ കുറച്ച് സ്ഥലപരിമിതികളുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ട്, കുറച്ച് ബിൽഡിംഗ് ഒക്കെ പിറകിലായിട്ടുണ്ട്. പണ്ടൊക്കെ ഇത്ര വീതി ഉണ്ടാവണമെന്നില്ല. KSRTC ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ദൂരെ കാണുന്നില്ല, റോഡിനപ്പുറം. അത് തന്നെയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അത് ചെറിയ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ ഒരു 5-6 ബസ്സിന് നിർത്താം, അത്രയേ ഉള്ളൂ സ്ഥലം. ഞാൻ ഈ ഷോപ്പുണ്ടല്ലോ മുമ്പ് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഷോപ്പായത്. നല്ല രസമുണ്ട് കാണാൻ. സ്പോർട്സ് സംബന്ധമായ സാധനങ്ങളും പിന്നെ ട്രോഫികളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഇവിടെ നിന്ന് നേരെ പോയാൽ KSRTC ബസ് സ്റ്റാൻഡ് കിട്ടും. രണ്ടും ഒരേ സൈഡാണ്, അടുത്തടുത്താണ്. രാത്രിയായെങ്കിൽ ഇവിടെ നിന്ന് മൈസൂർ, ബാംഗ്ലൂർ ബസ് ധാരാളം പോയിക്കൊണ്ടിരിക്കും. പുലർച്ചെ വരെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മഞ്ചേശ്വരം ഭാഗത്ത് നിന്നുള്ളവർക്ക് ബാംഗ്ലൂരേക്ക് പോകാൻ ഏറ്റവും ബെറ്റർ ഇതേ റൂട്ട് തന്നെയാണ്. ഈ കാണുന്നത് പാണത്തൂർ വഴി കാഞ്ഞങ്ങാടേക്ക് പോകുന്ന ബസ്സാണ്. അതുകൂടാതെ കാഞ്ഞങ്ങാട് നിന്നും പെരിയ, പന്തടുക്ക വഴി സുള്ളിയത്തേക്ക് പുതിയൊരു ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നിന്ന് രാവിലെ 6:50 അത് പുറപ്പെടുന്നത്. 2 മണിക്കൂറിനകത്ത് അത് സുള്ളിയത്തേക്ക് എത്തുന്നുണ്ട്. ഫാസ്റ്റ് ബസ്സാണ്. പിന്നെ ഉച്ചക്ക് കൂടി ഒരു ട്രിപ്പ് ഉണ്ട്, അത് 12:10 തോന്നുന്നു. ഫറാനയും കൂട്ടിയിട്ടാണ് ഇന്ന് ടൗണിലേക്ക് വന്നത്. അവൾക്ക് കാണുന്നതെല്ലാം വാങ്ങിക്കൊടുക്കണം. ഇന്നെത്ര പ്ലേറ്റിന്? 50. സുള്ളിയ റിക്ഷ സ്റ്റാൻഡ്. ഇതിൻ്റെ നീളം എത്ര നോക്കുക. ഐഡിയൽ ഐസ്ക്രീം. ഈ കർണാടകയിലുള്ളൊരു കമ്പനിയാണ്, നല്ല കമ്പനിയാണ് ഐഡിയൽ. അവർ ഐസ്ക്രീം നല്ല ടേസ്റ്റാണ്. ഇങ്ങോട്ട് ഐഡിയലിൻ്റെ ഏത് ഐസ്ക്രീം ഉള്ളത്? തരാം. ഇതൊന്ന് ആദ്യം അത് തരാം. ഇതൊന്ന് മംഗലാപുരത്തൊരു കമ്പനിയാണിത്, ഐഡിയൽ ഐസ്ക്രീം. ഇത് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണിത്. ടൗണിൻ്റെ മെയിൻ ഭാഗമാണിത്, ഹൃദയഭാഗം. എന്നിട്ട് കൂടി ഇവിടെ ടാറിട്ട ഒരു റോഡില്ല കേട്ടോ. ഇവിടെ ഒരു ട്രാഫിക് പോലീസ് നിർത്തിയിട്ടുണ്ട്. കാരണം പുറമേ നിന്ന് പ്രൈവറ്റ് വണ്ടിയൊക്കെ വന്ന് കയറുന്നുണ്ടുള്ള പ്രോബ്ലം ഉണ്ടാവും. കർണാടകയിലെ ഗവൺമെൻറ് ബസ്സുകളുണ്ടല്ലോ, പല നിറത്തിലും പല മോഡലിലും കാണും. നമ്മുടെ കേരളം പോലെ ഒരേ നിറത്തിൽ ഒരേ ശൈലിയിലുള്ള ബസ്സുകളല്ല ഇവിടെ ഉള്ളത്. നല്ല രസമാണ് കാണാൻ. ഇംഗ്ലീഷിലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ പേര് ചെയ്താലോ. പ്രശ്നം വേറൊന്നാണ്, എല്ലാം കന്നഡത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം കർണാടകത്തിൽ നിന്ന് പുറമേ വന്നവർക്ക് പെട്ടെന്ന് ബസ്സുകളെ തിരിച്ചറിയണമെന്നില്ല. അങ്ങനെയുള്ളൊരു പ്രോബ്ലമുണ്ട്. ഇവിടെ നിന്ന് കാസർഗോഡേക്ക്
ഇഷ്ടംപോലെ ബസ്സുണ്ട് കേട്ടോ. ബൈക്കുകാർക്ക് ഇവിടെ പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. ഇവിടെ ഒരു ബസ് ടൈമിന്റെ ബോർഡ് ഉണ്ട്. കറക്റ്റായിരിക്കണം. ബാംഗ്ലൂർ, കുക്കെ സുബ്രഹ്മണ്യ, മൈസൂർ, ചാമരാജനഗർ. അത് കർണാടക തമിഴ്നാട് ബോർഡറാണത്. ചാമരാജനഗർ. മൈസൂർ പോയി പോകണം. മധുരൈ, മൈസൂർ പോയി വേണം. കോയമ്പത്തൂർ ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഓരോരോ ബസ് ഉണ്ട്. മെഡിക്കലിൽ ഏറ്റവും കൂടുതൽ. പിന്നെ മാംഗ്ലൂരേക്ക് ഉണ്ട് അത്യാവശ്യം. പുത്തൂർ പോയാലും കിട്ടുമല്ലോ മാംഗ്ലൂരേക്ക്. പിന്നെ ഉള്ളത് കുട്ട, സോമാർപേട്ട, ഗോകർണ, കുന്താപുര, ഉടുപ്പി, പുത്തൂറൊക്കെ ഉണ്ട്. മെഡിക്കേരി, പുത്തൂർ കൂടുതൽ. ധർമ്മസ്ഥലുണ്ട്. പിന്നെ ഉള്ളത് ചിത്രദുർഗ, കാർവാറ, മുണ്ടറഗി, കുക്ക സുബ്രഹ്മണ്യ, കാസർഗോഡ് സുള്ള റൂട്ട് കേരള അവസാനം കൂടുതൽ. കർണാടകന്റെ 3 ട്രിപ്പേ കാണിക്കുന്നുള്ളൂ. നല്ല മഴ കിട്ടുന്ന ഏരിയ തന്നെയാണ് സുള്ളിയ. നല്ല ഭംഗിയും വൃത്തിയുമുള്ള ഒരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് സുള്ളിയയിലെ KSRTC ബസ് സ്റ്റാൻഡ്. ഈ ഭാഗത്തു നിന്നാണ് മാംഗ്ലൂരിന് വരുന്നത്. മാംഗ്ലൂർ, കാസർഗോഡൊക്കെ. ഈ ഭാഗമാണ് മെഡിക്കേരി, മൈസൂർ. ഇത് ബാംഗ്ലൂർ ഭാഗം. കയറ്റം കണ്ടല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റം തന്നെ. കയറ്റം വെച്ചെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവില്ല. മെഡിക്കേരി എത്തുമ്പോൾ അങ്ങ് മല മുകളിലെത്തും. ഈ ഭാഗത്തേക്ക് ഇറക്കമായിരിക്കും മാംഗ്ലൂർ ഭാഗം. ഇത് ബസ് കാസർഗോഡ് പോകുന്ന ബസ് വേണ്ട. പ്രിയദർശിനിയാണ്. ഇത് വേണ്ട. കുമ്പള വന്ന ബസ്സാണ്. കുമ്പള, വതെടുക്ക, മുള്ളേരിയ, സുള്ളിയ. ഇതാണ് പ്രൈവറ്റ് സ്റ്റാൻഡ്. അവിനാശ്, പാണത്തൂറൊക്കെ ഇവിടുന്ന് ബസ്സുണ്ട്. ഏത് വേണ്ട? ഇത് വേണ ഇത്താ. ഇതിൽ ഗ്യാസ് ഉണ്ട്. രണ്ടെണ്ണം 10ന്റെ. കേരളത്തിൻ്റെ അതേ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. അതേ സംസ്കാരം ഏകദേശം. ഇവിടെ ധാരാളം മെഡിക്കൽ കോളേജുകളുണ്ട്. പല ഭാഗത്തുനിന്നും വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്നുണ്ട് ഇവിടെ. കാഞ്ഞങ്ങാട് നിന്നും കാസർഗോഡ് നിന്നും 60 കിലോമീറ്ററോളം വരും സുള്ളിയത്തേക്ക്. അതുപോലെ ഏറ്റവും അടുത്ത് കിട്ടുന്ന പ്രദേശം പാണത്തൂറും ബന്തടുക്കിയും ആണ്. ഈ രണ്ടിടത്തു നിന്നും 20 കിലോമീറ്ററോളം വരും സുള്ളിയ ടൗണിലേക്ക്. ഇവിടെ ഏകദേശം ആൾക്കാർക്കും മലയാളം അറിയാം. അതാണ് ഒരു പ്രത്യേകത. ദക്ഷിണ കന്നഡയിൽപ്പെട്ടതാണ് സുള്ളിയൊക്കെ. ഇവിടുത്തെ സംസ്കാരം കേരളത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം സെയിം തന്നെയാണ്. ഇവിടുത്തെ ഡെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് വന്നതായിരുന്നു ഞാൻ. അപ്പോൾ സുള്ളിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ആദ്യം ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ കാണാം.
ഇനിയും നിങ്ങൾക്ക് സുള്ളിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ പറയാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.